മക്കളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈൻ നമ്മൾ റാഡിക്കൻ്റ് എന്ന് പറയും. ദ nth റൂട്ട് ഓഫ് എ. ഇഫ് nth റൂട്ട് ഓഫ് എ ഈസ് എ സേഡ്, നമ്മളതിനെ nth റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സേഡ് എന്ന് പറയുന്നത്. nth റൂട്ട് ഓഫ് എ ഇതിനെ നമ്മൾ സേഡ് എന്ന് പറയും, SURD. ഇനി ഇതിൽ ഓരോന്നിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ ഇതിനകത്ത് എന്നിനെ നമ്മൾ വിളിക്കുന്നത് ഓർഡർ ഓഫ് സേഡ്. എന്നിനെ നമ്മൾ വിളിക്കുന്നത് ഓർഡർ ഓഫ് സേഡ്. എയെ നമ്മൾ എന്താ വിളിക്കുന്നത്? എയെ നമ്മൾ വിളിക്കുന്നത് റാഡിക്കൻ്റ് എന്ന് വിളിക്കും. എയെ നമ്മൾ റാഡിക്കൻ്റ്. അതുപോലെ ലാസ്റ്റായിട്ട് നമ്മൾ സ്ക്വയർ റൂട്ടിനെ വിളിക്കുന്ന പേര് റാഡിക്കൽ സൈൻ. ഈ മൂന്ന് കാര്യങ്ങൾ മക്കൾ ഓർത്തിരിക്കണം. നമ്മളൊരു സേഡ് എന്ന് പറഞ്ഞാൽ nth റൂട്ട് ഓഫ് എ, nth റൂട്ട് ഓഫ് എ, ഇങ്ങനെ ഒരു എക്സ്പ്രഷനെ നമ്മൾ സേഡ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയാം. ക്യൂബിക് റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ അതൊരു സേഡാണ്. നമ്മളതിനെ ആ എന്നിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓർഡർ ഓഫ് സേഡ്. എയെ നമ്മൾ വിളിക്കുന്നത് റാഡിക്കൻ്റ്. മൂന്നാമത് ലാസ്റ്റ് റൂട്ടിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? റാഡിക്കൽ സൈൻ. ഈ മൂന്ന് കാര്യങ്ങൾ മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ മതി. രണ്ട് എയും ബിയും രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. എയും ബിയും രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൂൾസ് പഠിച്ചിരിക്കണം. റൂട്ട് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. റൂട്ട് 6 എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 എന്ന് പറയാം. അതിനെ നമുക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 എന്ന് പറയാം. ഒരു എക്സാമ്പിളാണ്. റൂട്ട് 6 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 എന്ന് പറയാം. അതിനെ നമുക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 എന്ന് പറയാം. ഇനി റൂട്ട് എ ബൈ ബി ഇതിങ്ങനെയാണ്. റൂട്ട് ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബൈ റൂട്ട് ബി എന്ന് പറയാം. അതായത് റൂട്ട് ഓഫ് 3/2 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ബൈ റൂട്ട് 2 അങ്ങനെയും പറയാം. ഇനി അതുപോലെ തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എ പ്ലസ് ബി. അതായത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്ന് പറഞ്ഞാലോ? റൂട്ട് എയുടെ സ്ക്വയർ എ വരും, റൂട്ട് ബിയുടെ സ്ക്വയർ ബി വരും. അപ്പോൾ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. മക്കൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആ റൂൾ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു എ മൈനസ് റൂട്ട് ബി. ഇവിടെയും സെയിം തന്നെയാണ്. അപ്പം നമുക്ക് എയുടെ സ്ക്വയർ എ സ്ക്വയർ എടുക്കണം, റൂട്ട് ബിയുടെ സ്ക്വയർ ബി എടുക്കണം. അപ്പം നമുക്ക് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു എ മൈനസ് റൂട്ട് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി. ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം കൂടിയുണ്ട്. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി പ്ലസ് റൂട്ട് ഡി. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി പ്ലസ് റൂട്ട് ഡി നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. ആദ്യമേ റൂട്ട് എ ഇൻറ്റു റൂട്ട് സി, അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് എ സി കിട്ടും. പിന്നെ നമ്മൾ റൂട്ട് എ ഇൻറ്റു റൂട്ട് ഡി, അപ്പം നമുക്ക് റൂട്ട് ഓഫ് എ ഡി കിട്ടും. പിന്നെ റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി, റൂട്ട് ഓഫ് ബി സി കിട്ടും. പിന്നെ ലാസ്റ്റ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് ഡി, റൂട്ട് ഓഫ് ബി ഡി കിട്ടും. അതായത് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി പോലെ തന്നെ നമുക്കിതും ചെയ്യാം. ലാസ്റ്റ് നമുക്ക് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ റൂട്ട് എ പ്ലസ് റൂട്ട് ബിയുടെ ഹോൾ സ്ക്വയറിനെയും നമുക്ക് ചെയ്യാം. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ വരുമ്പം റൂട്ട് എ സ്ക്വയർ അത് എ എന്ന് വരും, റൂട്ട് ബി സ്ക്വയർ അത് ബി എന്ന് വരും. 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി അതിനെ നമുക്ക് 2 റൂട്ട് എ ബി എന്ന് വരും. അപ്പോൾ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് 2 റൂട്ട് എ ബി. ഇത്രയും പോയിന്റ്സ് മക്കൾ ബേസിക് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് ശരിക്കും വായിച്ച് എഴുതി മനസ്സിലാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പ്രോബ്ലത്തിലെ നമ്മൾ എക്സ്പോണൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞു തന്നെ. മക്കളതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക.